ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 17ാം സീസണിലെ 8ാം തോൽവി നേരിട്ടിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ്. സ്വന്തം തട്ടകത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് 24 റൺസിന്റെ തോൽവിയാണ് മുംബൈക്ക് നേരിടേണ്ടി വന്നത്. ആദ്യം ബാറ്റ് ചെയ്ത KKRനെ അവസാന ഓവറിലെ ഒരു ബോൾ ബാക്കി വെച്ചുകൊണ്ട് 169 റൺസിലൊതുക്കാൻ മുംബൈ ബൗളർമാർക്കായി. മുംബൈ അനായാസ ജയം പ്രതീക്ഷിച്ചെങ്കിലും തകർപ്പൻ ബൗളിംഗുമായി KKR മുംബൈയെ പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത്. തോൽവിക്ക് പിന്നാലെ വലിയ വിമർശനമാണ് നായകൻ ഹർദിക് പാണ്ഡ്യക്കെതിരെ ഉയരുന്നത്. എന്നാൽ മുംബൈ ടീമിനുള്ളിൽ ഹർദിക് തീർത്തും ഒറ്റപ്പെട്ടിരിക്കുകയാണെന്ന് പറയാം. മുംബൈ KKRനെതിരെ തോൽക്കുമ്പോൾ ഡഗ്ഔട്ടിൽ ഏകനായിരുന്ന നിരാശയോടെ മുഖം താഴ്ത്തുകയാണ് ഹർദിക് ചെയ്തത്. എന്നാൽ രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും തിലക് വർമ്മയുമെല്ലാം ഡ്രസ്സിംഗ് റൂമിലിരുന്നാണ് മത്സരം കണ്ടത്. ഇത്രയും പ്രതിസന്ധിയിലൂടെ ഹർദിക് കടന്നു പോകുമ്പോഴും സഹതാരങ്ങൾ പിന്തുണക്കുന്നില്ല. രോഹിത് ശർമ്മ മുൻ നായകൻ എന്ന നിലയിൽ ഹർദിക്കിനെ ഇത്തരം സാഹചര്യത്തിൽ പിന്തുണക്കുകയും ധൈര്യം നൽകി ഒപ്പം നിൽക്കുകയും ചെയ്യേണ്ടതാണ്. എന്നാൽ ഇത്തരമൊരു പിന്തുണ രോഹിത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ല. KKRനെതിരായ മത്സരശേഷം ഹർദിക് പാണ്ഡ്യ കടുത്ത നിരാശയിലായിരുന്നു. അവസാന വിക്കറ്റ് മിച്ചൽ സ്റ്റാർക്ക് വീഴ്ത്തിയതിനു പിന്നാലെ ഹർദിക് അല്പം നേരം മുഖം താഴ്ത്തിയിരുന്നു. ഈ സമയത്ത് മുംബൈയിലെ മറ്റ് പ്രധാന താരങ്ങളെല്ലാം ഡ്രസ്സിംഗ് റൂമിലായിരുന്നു. ഹർദിക് മുംബൈ ടീമിൽ ഒറ്റപ്പെട്ടു വന്നത് ഏറ്റവും കൃത്യമായി വ്യക്തമാക്കുന്നതായിരുന്നു ഈ സംഭവം. പിന്നീട് രോഹിത് അടക്കം ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ പതിവ് ശിരിയോടെ ഹർദിക് അസ്ഥിദാനം ചെയ്തു മടങ്ങി. മത്സരശേഷം ചില ഒളിയമ്പുകൾ ചെയ്യാനും ഹർദിക് മടി കാട്ടിയില്ല. പല ചോദ്യങ്ങൾക്കും മറുപടി പറയാനുണ്ടെന്നും എന്നാൽ അതിനുള്ള സമയം ആയിട്ടില്ലെന്നുമാണ് ഹർദിക് പറഞ്ഞത്. ഇത് ടീമിനുള്ളിൽ ഹർദിക്കിന് ലഭിക്കുന്ന പിന്തുണക്കുറവിനെ കുറിച്ചാവാമെന്നാണ് ആരാധകരുടെ വിലയിരുത്തൽ. കൂടുതൽ ആരാധകരും ഹർദിക്കിനെതിരാണ്. അതും മുംബൈയുടെ നായകനെ സമ്മർദ്ദത്തിലാക്കുന്നു. കഴിഞ്ഞ ദിവസം ഹർദിക്കും തിലക് വർമ്മയും തമ്മിൽ വാക്കേറ്റമുണ്ടായെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ജയിക്കണമെന്ന താല്പര്യത്തോടെയല്ല മുംബൈയുടെ പല താരങ്ങളും കളിക്കുന്നതെന്ന് പറയാം. രോഹിത് ശർമ്മ ഇഷാൻ കിഷൻ കൂട്ടുകെട്ട് ആദ്യ സമയത്ത് ഭേദപ്പെട്ട് നിന്നെങ്കിലും ഇപ്പോൾ തീർത്തും നിരാശപ്പെടുത്തുകയാണ്. സൂര്യകുമാർ യാദവിന് സ്ഥിരതയില്ല. തിലക് വർമ്മയും നിഹാൽ വധേരയും ഇടയ്ക്കിടെ തിളങ്ങുമെങ്കിലും വിശ്വസ്തരെന്ന് വിളിക്കാനാവില്ല. ബൗളിംഗിൽ ജസ്പ്രീത് ബുംറയെ മാറ്റി നിർത്തിയാൽ മറ്റുള്ളവർ നിരാശപ്പെടുത്തുകയാണ്. നിലവിൽ മുംബൈക്ക് ശക്തമായ താരനിരയുണ്ട്. എന്നാൽ ഇവരൊന്നും അവസരത്തിനൊത്ത് ഉയരുന്നില്ലെന്നതാണ് മുംബൈയെ പിന്നോട്ടടിക്കുന്ന കാര്യം. ഹർദിക്കുമായി സഹതാരങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ ടീമിന്റെ പ്രകടനത്തെ കാര്യമായി ബാധിക്കുന്നു. സീസണിൽ 11 മത്സരത്തിൽ നിന്ന് 8 പരാജയങ്ങളാണ് ടീം ഏറ്റുവാങ്ങിയത്.